ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് വൈറലായിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോക്ക് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓൾ ഓപ്ഷനും കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്തൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഡ്രിങ്ക് ഉണ്ടാക്കണം നോക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ബൗളിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് കസ്കസ് ഇല്ലേ അതാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ നമ്മൾ ഡ്രിങ്കൊക്കെ ഉണ്ടാക്കി റെഡി ആകുമ്പോഴും ഈ ഒരു കസ്കസ് സെറ്റായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് കുറച്ച് നേരം കുതിർത്ത് വെച്ചാൽ തന്നെ അത് സെറ്റായിട്ട് വരും. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് ആപ്പിളാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ ആപ്പിളുള്ളത്, അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ വലുതാണെങ്കിൽ വലിയ ഒന്നെടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് എത്ര ഡ്രിങ്ക് വേണോ അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് 2 ആപ്പിളോ നിങ്ങൾക്ക് എത്ര വേണിച്ചാൽ അതിനനുസരിച്ചിട്ട് ഇപ്പോൾ കൂട്ടിയെടുക്കാം കേട്ടോ. ഇനി ഒരു പീലർ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തൊലി കളയാം കേട്ടോ. പീലർ ഇല്ലെങ്കിൽ കത്തി വെച്ചിട്ട് ഇതുപോലെ തൊലി കളഞ്ഞെടുക്കുക. നമ്മൾ സാധാ ആപ്പിളിന് തൊലി കളയുന്ന പോലെ. പിന്നെ അതാ രണ്ടാമത്തെ ആപ്പിൾ തൊലി കളഞ്ഞെടുക്കുകയാണ്. തൊലി കളഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഒരു ഗ്രേറ്റർ എടുക്കുക. ഗ്രേറ്റർ എടുത്തിട്ട് നമുക്ക് ആപ്പിൾ ഇതുപോലെ ആക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ ആക്കി കൊടുക്കുക. ഇത് നല്ല നൈസായിട്ട് വരും കേട്ടോ. അപ്പോൾ ആ ഗ്രേറ്റർ തന്നെ ആക്കിയെടുക്കുക. ഇതേപോലെ നമുക്ക് പീസായിട്ട് കട്ട് ചെയ്യല്ലേ വേണ്ടത്. ഇതുപോലെയാണ് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോഴാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് വരിക. ഇതിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഇടുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുടിക്കുന്ന സമയത്ത് നമുക്കിത് പെട്ടെന്ന് ആപ്പിളെന്ന് മനസ്സിലാവില്ല കേട്ടോ. നല്ലൊരു ടേസ്റ്റുള്ള ഡ്രിങ്കാണ്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. നമ്മൾ പെട്ടെന്ന് ആക്കണം കേട്ടോ. അല്ലെങ്കിൽ ആപ്പിളല്ല അപ്പോൾ പെട്ടെന്ന് കളറ് മാറും. ഞാൻ ഒന്നാമത്തെ ആക്കിയെടുത്ത് കഴിഞ്ഞു. രണ്ടാമത്തെ ഇതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ആക്കിയെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഡ്രിങ്ക് സെറ്റാക്കാൻ വേണ്ടി നമ്മൾ ജാറിലാണെങ്കിൽ ജാറിലൊക്കെ എടുക്കുക, അല്ലെങ്കിൽ ബൗളിലാണെങ്കിൽ ബൗൾക്ക് നിങ്ങൾക്ക് മാറ്റി കൊടുക്കട്ടെ. ഇതിലാണ് നമ്മൾ ഡ്രിങ്ക് സെറ്റാക്കാന്ന് വെച്ചാൽ അതിലേക്ക് നിങ്ങൾക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ ആപ്പിൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ബൗൾക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ച കസ്കസ് ഇല്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നല്ലതായിട്ട് കുതിർന്ന് വന്നിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ പാലാണ്, നല്ല തണുത്ത പാൽ കേട്ടോ. ഇപ്പോൾ 1.5 ഗ്ലാസ് പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല തണുപ്പിച്ച പാലാണ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുടിക്കാനായിട്ട് കുറച്ച് മുന്നേ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ 1.5 ഗ്ലാസ് തണുത്ത പാൽ ഒഴിച്ച് ഇനി നമ്മൾ ഷുഗർ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ കണ്ടൻസ് മിൽക്ക് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹണി ചേർത്ത് കൊടുക്കുക കേട്ടോ, തേൻ ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഈത്തപ്പഴം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ പാലും ഈത്തപ്പഴം കൂടി നന്നായിട്ട് മിക്സിയിൽ അടിക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പാൽ ഒഴിക്കുന്ന കൂട്ടത്തിൽ അത് ഒഴിച്ച് കൊടുത്താൽ നിങ്ങൾക്ക് അങ്ങനെ മധുരം കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുടിക്കാം, നിങ്ങളിഷ്ടം പോലെ കേട്ടോ. ഷുഗർ പറ്റാത്തവരാണെങ്കിൽ ബാക്കി ഹണിയോ അല്ലെങ്കിൽ ഡേറ്റ്സൊക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ. മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതായാലും മതി. ഇപ്പം നമ്മളെ നഫ്രത്ത് സർബത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിഡിലൻ ഡ്രിങ്കാണ്, വൈറലായിട്ടുള്ള നല്ല അടിപൊളി ഡ്രിങ്ക് കേട്ടോ. പറഞ്ഞ പോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. നല്ല തണുപ്പിൽ കുടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ കേട്ടോ. അതുണ്ടാവും, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഈ നോമ്പ് നടക്കുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ വീട്ടിൽ ഗസ്റ്റ് വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത്ര നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.